ഹോർമുസ് അടച്ച് ഇറാൻ. ഹോർമുസിലൂടെ കടന്നു പോകുന്ന കപ്പലുകൾക്ക് റേഡിയോ സന്ദേശം നൽകി IRGC. ഇറാന്റെ അനുമതി ഇല്ലാതെ ഈ കപ്പല് ഈ ഹോർമുസ് കടന്നു പോകരുത് എന്നുള്ള നിലയ്ക്കുള്ള സന്ദേശങ്ങളൊക്കെയാണ് നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ 19-ാം തീയതി ആക്ച്വലി ഞാൻ ഇതേക്കുറിച്ച് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഹോർമുസ് ഇറാൻ അടച്ചു, IRGC കപ്പലുകൾക്ക് സന്ദേശം നൽകി. ആ സന്ദേശത്തിന്റെ ഓഡിയോ ക്ലിപ്പ് അടക്കം ചേർത്തിട്ടൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് എന്റെ വീഡിയോക്ക് ഒരുപാട് കമന്റ് വന്നു, ഇത് ഫേക്ക് ന്യൂസ് ആണ് അങ്ങനെയാണെന്നൊക്കെ പറഞ്ഞിട്ട്. ഇപ്പോ അബ്ബാസ് അറാഖ്ചി അടക്കം അതേപോലെ തന്നെ മലയാളത്തിലെ പല മാധ്യമങ്ങളടക്കം ഇത് വീണ്ടും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇതിനു മുന്നേ നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, ഇറാന്റെ കയ്യിലുള്ള അണുവായുധത്തെക്കാൾ മാരകമായിട്ടുള്ള ഒരു ആയുധമാണ് ഹോർമോസ് എന്ന്. അപ്പോ ഈ കരാറിലെ ആദ്യത്തെ വ്യവസ്ഥ തന്നെ പാലിക്കാൻ US സാധിക്കാതെ വരുന്ന സാഹചര്യത്തിലാണ് ഈ ഒരു ഹോർമൂസ് അടയ്ക്കുന്ന രീതിയിലോട്ട് വീണ്ടും ഇറാൻ കടക്കുന്നത് എന്നുള്ളതാണ്. അതായത് ഇത് നിലവിൽ വന്ന ഉടനെ വിത്ത് ഇമ്മീഡിയറ്റ് എഫക്ട് എല്ലാ ഫ്രണ്ടുകളിലും നടന്നുകൊണ്ടിരിക്കുന്ന വാറ്, ഈ പറയുന്ന ഇസ്രായേൽ ലെബനോനില് നടത്തിക്കൊണ്ടിരിക്കുന്ന വാർ അടക്കം അവസാനിപ്പിക്കണം എന്നുള്ളത് ആ കരാറിലെ ആദ്യത്തെ വ്യവസ്ഥകളിൽ ഒന്നാണ്. അത് പാലിക്കാൻ US കൊണ്ട് സാധിച്ചിട്ടില്ല. ഇസ്രായേലിനെ നിലക്ക് നിർത്താൻ US കൊണ്ട് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏകദേശം 19ഓളം ആൾക്കാർ ലെബനോനിൽ കൊല്ലപ്പെട്ടു. ഏകദേശം 100ഓളം പേര് പരിക്കേറ്റ് ഹോസ്പിറ്റലിലാണ്. അൽ ജസീറ അടക്കം RT അടക്കം ഈ പറയുന്ന ഇസ്രായേൽ ലെബനോനിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണത്തിന്റെ വീഡിയോസ് പുറത്തു വിട്ടുകൊണ്ടേ ഇരിക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ ഇസ്രായേല് പിന്മാറാൻ തയ്യാറല്ല. പക്ഷേ ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ പറയുന്ന തെക്കൻ ലബനാനിൽ തൽക്കാലം ആക്രമണം നിർത്തിവെച്ചതായിട്ട് ഈ ഇസ്രായേല് പറഞ്ഞു എന്ന് പറയുന്ന രീതിയിലുള്ള വാർത്തകൾ പുറത്തു വരുന്നുണ്ട്. അവിടെ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നതിനെ കുറിച്ചോ സീസ് ഫയറിനെ കുറിച്ചോ അല്ല സംസാരിക്കുന്നത്. താൽക്കാലികമായി ഇപ്പോ ഒന്ന് പോസ് ഇട്ടിരിക്കുകയാണെന്നാണ് ഇപ്പൊ പറയുന്നത്. അപ്പോ ഈ ഒരു ആക്രമണം ഇസ്രായേൽ നടത്തിയത് എന്തിനാന്നുള്ളത് എല്ലാവർക്കും അറിയാം. അതായത് ട്രംപ് ഇറാനുമായിട്ട് നടത്തിയിട്ടുള്ള ആ കരാറ് അതിന് തുരങ്കം വെക്കുക എന്നുള്ളതായിരുന്നു അതിന്റെ മേജർ പരിപാടി. അതിപ്പോ ആ തുരങ്കം വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഇനി ഇസ്രായേലിന് ഏറ്റവും വലിയ തലവേദനയായിട്ട് നിൽക്കുന്നത് ഹമാസും ഹിസ്ബുള്ളയാണല്ലോ. അതുപോലെ തന്നെ ഇസ്രായേലിന് അടുത്ത ഒരു തലവേദന കൂടെ വരാൻ പോവുകയാണെന്നുള്ളതാണ്. അതാണ് ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ്. അതായത് ഇറാഖിലും സിറിയയിലൊക്കെ ബേസ് ചെയ്ത് പ്രവർത്തിക്കുന്ന ഇറാൻ ബാക്കപ്പ് ചെയ്യുന്ന പല തരത്തിലുള്ള മിലീഷ്യകളുണ്ട്. ഈ മിലീഷ്യ ഗ്രൂപ്പുകള് ഈ പറയുന്ന ലെബനോനിലെ ഹിസ്ബുള്ളയുടെ കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെതിരെ ആക്രമണം നടത്താനുള്ള പ്ലാൻ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യത്തിലേക്കും കൂടെ കാര്യങ്ങൾ കടക്കുകയാണെന്നുള്ള വാർത്തയും കൂടെ പുറത്തു വരുന്നുണ്ട്. സ്ഥിരീകരിക്കപ്പെട്ടിട്ടില്ല എങ്കിലും ഈ വാർത്തക്ക് പ്രാധാന്യമുണ്ട്. കാരണം ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇറാൻ മുന്നിട്ട് നടത്തുന്ന അല്ലെങ്കിൽ ഇറാന്റെ ബാക്കപ്പോട് കൂടെ നടത്തുന്ന മിലീഷ്യ ഗ്രൂപ്പുകളുടെ ഒരു ഓർഗനൈസേഷനോ അല്ലെങ്കിൽ മിലീഷ്യ ഗ്രൂപ്പുകളുടെ ഒരു ഇന്റർ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോ അവര് ഇപ്പോ ഈ ഹിസ്ബുള്ളന്റെ കൂടെ ചേർന്നിട്ട് ഇസ്രായേലിനെ അറ്റാക്ക് ചെയ്യാനുള്ള പരിപാടിയിലേക്കും കൂടെ കടക്കുകയാണ് എന്നുള്ളതാണ്. അപ്പോ വീണ്ടും ഓയിൽ പ്രൈസ് കൂടുന്ന രീതിയിലേക്ക്, അമേരിക്കയിൽ അടക്കം ഇൻഫ്ലേഷൻ ഉണ്ടാവുന്ന രീതിയിലേക്ക്, പ്രൊഡക്റ്റുകളുടെ പ്രൈസ് കൂടുന്ന ലെവലിലോട്ട് കാര്യങ്ങൾ ഇനിയും മാറാൻ പോവുകയാണ് എന്നുള്ളതാണ്. അല്ലെങ്കിൽ തന്നെ ഹോർമൂസ് തുറന്നാൽ തന്നെ ഈ പറയുന്ന ഓയിലിന്റെ പെട്രോളിന്റെ പ്രൈസ് ഒന്നും കുറയാൻ പോകുന്നില്ല. നമ്മൾ ഇപ്പൊ തന്നെ 113 രൂപക്കാണ് പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ കമ്പനികൾക്ക് ഈ പറയുന്ന 100 ദിവസത്തോളം നീണ്ടു നിന്ന വാറിന്റെ ഇടയ്ക്ക് ഉണ്ടായിട്ടുള്ള നഷ്ടങ്ങൾ നികത്തുന്നത് വരെ പെട്രോളിന്റെ ഡീസലിന്റെ വില ഇന്ത്യയിൽ നമ്മൾ നമ്മുടെ വണ്ടികളിലേക്ക് അടിക്കുന്ന പെട്രോളിന്റെ പ്രൈസിൽ വലിയ വിലക്കുറവൊന്നും സംഭവിക്കാനും പോകുന്നില്ല. അതിന്റെ ഇടക്കാണ് ഇനിയിപ്പോ കൂനമ്മേൽ കുരുവായിട്ട് ഇറാന്റെ കയ്യിലുള്ള ഏറ്റവും വലിയ വജ്രായുധമായിട്ടുള്ള ഹോർമൂസിനെ ഇറാൻ വീണ്ടും എടുത്ത് പ്രയോഗിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അത് മാത്രമല്ല, ഇങ്ങനെ ഈ പറയുന്ന കരാറിൽ നിന്നും ഇറാൻ പിന്നോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ ഇറാന്റെ നിറംതലയിൽ പോയിട്ട് ബോംബിടുന്നുള്ളതും കൂടെ ട്രംപ് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അവിടെ ട്രംപിന് ഒരു പ്രശ്നം കൂടെ ഉണ്ട്, ഇടാൻ ഇനി ബോംബില്ല എന്നുള്ളൊരു പ്രശ്നം കൂടെ ഉണ്ട് എന്നുള്ളതാണ്. മാത്രമല്ല, ഈ സീസ് ഫയറിന്റെ ഇടയ്ക്ക് 100 ദിവസത്തെ ഗ്യാപ്പിൽ യഥാർത്ഥത്തില് ഇറാന്റെ എല്ലാ മിസൈൽ ശേഖരവും അവർ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അവര് സുസജ്ജമാണെന്നുള്ളതും കൂടെ വാർത്തയുണ്ട്. കാരണം ഈ ഒരു കരാറ് വരുന്നതിന് മുന്നേ മാസീവ് ആയിട്ടുള്ള ഒരു അറ്റാക്ക് ഇസ്രായേലിലോട്ടും അതേപോലെ തന്നെ മിഡിൽ ഈസ്റ്റിലെ ചില രാജ്യങ്ങളിലോട്ടും നടത്താൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലായിരുന്നു യഥാർത്ഥത്തിൽ ഇറാൻ. പക്ഷെ ഈ ഒരു കരാറ് വന്നതുകൊണ്ട് മാത്രമാണ് അവർ അതിൽ നിന്ന് പിന്തിരിഞ്ഞത്. അത് മാത്രമല്ല, മുസ്തഫ അലി ഖമനയി പറഞ്ഞിട്ടുണ്ട്,
ഈ ഒരു കരാറിനോട് എനിക്ക് ഇല്ല എങ്കിൽ കൂടെ, എനിക്ക് പല പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കൂടെ ഞാൻ ഇത് അംഗീകരിക്കുന്നു എന്ന് മുജ്തബ കവനി കൂടെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോഴാണ് ഈ കരാറിലെ സുപ്രധാനപ്പെട്ട വ്യവസ്ഥ അത് പാലിക്കാൻ അമേരിക്ക കൊണ്ട് പറ്റാതിരിക്കുകയും, മാത്രമല്ല JD വാൻസ് ഇസ്രായേലിനെ നന്നായിട്ട് കുറ്റം പറയുമെന്ന ട്രംപ് വന്നിട്ട് ബെഞ്ചമിൻ നെതന്യാഹുവിനെ പൊക്കി പറയുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമാണ് ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോ ഇങ്ങനെ ഒരു പ്രശ്നം വരുന്ന സമയത്ത് യഥാർത്ഥത്തിൽ സ്ട്രഗിൾ ആവാൻ പോകുന്നത് ഇറാനോ അല്ലെങ്കിൽ ഇസ്രായേലും അല്ല, ഇതല്ലാത്ത വേറെ രാജ്യങ്ങളും അമേരിക്കയാണ് സ്ട്രഗിൾ ആവാൻ പോകുന്നത് എന്നുള്ളതാണ് ഒരു വട്ടം കൂടെ ഹോർമൂസ് അടച്ചിട്ടുണ്ടെങ്കിൽ. അപ്പോ ഈ ആക്സിസ് ഓഫ് റെസിസ്റ്റൻസ് ഈ പറയുന്ന ഹിസ്ബുള്ളയുടെ കൂടെ ചേരുകയാണെന്നുണ്ടെങ്കിൽ ഇസ്രായേൽ ഡെഫിനറ്റ്ലി ആ വാറ് ഇറാഖിലേക്കും സിറിയയിലേക്കും കൂടെ വ്യാപിപ്പിക്കും. അപ്പൊ ഇങ്ങനെ വ്യാപിപ്പിക്കുകയും അതിന്റെ കൂട്ടത്തില് ഹോർമൂസ് അടച്ചതിന്റെ കാരണമായി വീണ്ടും അമേരിക്കയും ഇറാനും തമ്മിലുള്ള സംഘർഷം കൂടെ പൊട്ടിപ്പുറപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ആ റീജിയൻ മൊത്തത്തില് ഒരു വാറിലേക്ക് പോകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ളതാണ് പറയാനുള്ളത്.